പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 9 തിങ്കൾ. 2 കൊരിന്ത്യർ 11 അധ്യായം 3 വാക്യം. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഹൃദയത്തിലെ ഒരു ആഴമുള്ള ആത്മീയ ആശങ്കയാണ് ഈ വചനത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. അവൻ്റെ ഭയം സഭയ്ക്ക് പുറമേയുള്ള പീഡനങ്ങളോ പ്രതിസന്ധികളോ അല്ല, മറിച്ച് ക്രിസ്തീയ വിശ്വാസികളിൽ ലാളിത്യവും വിശുദ്ധിയും നഷ്ടപ്പെടുന്നു എന്നതാണ്. അവൻ ഹൗവായുടെ അനുഭവം ഓർമ്മിപ്പിക്കുന്നു. കാരണം പാമ്പ് തുറന്ന യുദ്ധങ്ങളിലൂടെയല്ല വന്നത്, മറിച്ച് വഞ്ചനയിലൂടെയാണ്. അതുപോലെ തന്നെയാണ് ഇന്നും ശത്രു നമ്മെ നേരിട്ട് ആക്രമിക്കാതെ ചെറിയ സംശയങ്ങളിലൂടെയും ചെറിയ വിട്ടുവീഴ്ചകളിലൂടെയും ആത്മീയ അലസതയിലൂടെയും നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കും. ഈ നോമ്പ് കാലത്ത് നാം നമ്മോട് ചോദിക്കണം, എൻ്റെ മനസ്സ് എവിടെയാണ്? ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹം ഇപ്പോഴും ലാളിത്യത്തിലും വിശുദ്ധിയിലുമാണോ? പലപ്പോഴും നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്, എന്നാൽ ചില നിബന്ധനകളോടുകൂടെയല്ലേ സ്നേഹിക്കുന്നത്. യഥാർത്ഥ ശിഷ്യത്വം എന്നത് പൂർണ്ണ സമർപ്പണവും അനുസരണവും ആത്മാർത്ഥ സ്നേഹവുമാണ്. വലിയ നോമ്പ് നമ്മെ നയിക്കേണ്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധി എന്നത് പാപരഹിതമായ ജീവിതം മാത്രമല്ല, അത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജീവിതവുമാണ്. ലോകം നമ്മെ പല ദിശകളിലേക്ക് വലിച്ചേക്കാം, എന്നാൽ വിശുദ്ധി എന്നത് എൻ്റെ ഹൃദയം ക്രിസ്തുവിനായി മാത്രം ആയിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനവും ഒറ്റ ലക്ഷ്യത്തിനായിരിക്കണം, ക്രിസ്തുവിനോടുള്ള ബന്ധം അത് വിശുദ്ധമായിരിക്കണം എന്ന ലക്ഷ്യത്തിനായി. ഈ ദിവസം നാം നമ്മോട് ചോദിക്കേണ്ടതുണ്ട്, ഞാൻ ആത്മീയമായി വഞ്ചിക്കപ്പെട്ടു. ലോകത്തിൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ മറച്ചു വെച്ചു. എൻ്റെ ആദ്യ സ്നേഹം ഇപ്പോഴും ക്രിസ്തുവിനോടുണ്ടോ? ഓർക്കണം, ശത്രു നമ്മുടെ ശക്തിയെ ഭയപ്പെടുന്നില്ല, നമ്മുടെ ലാളിത്യത്തെയും വിശുദ്ധിയുമാണ് ഭയപ്പെടുന്നത്. കാരണം വിശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റമില്ലാതെ തുടരുകയാണ് എങ്കിൽ നോമ്പ് ഒരു അനുഷ്ഠാനമായി മാത്രം മാറും. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ സ്നേഹം പുതുക്കപ്പെടുകയും ചെയ്താൽ അതൊരു യഥാർത്ഥ ആത്മീയ ജയം ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് നാം ഹൃദയത്തിൽ നിന്ന് തീരുമാനിക്കാം, കർത്താവേ, നിന്നോടുള്ള എൻ്റെ സ്നേഹം ലാളിത്യത്തിലും വിശുദ്ധിയിലും നിലനിൽക്കുവാൻ അനുവദിക്കണമേ. വലിയ നോമ്പ് നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇടയായി തീരണം. ഭയപ്പെടുത്താനല്ല, ഉറപ്പുള്ളവരാക്കാനായിട്ടാണ്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം ശുദ്ധവും വഞ്ചനകളില്ലാത്തതും സ്നേഹബന്ധമായി മാറാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ നീ കാത്തുകൊള്ളണമേ. വഞ്ചനകളെന്നും ആത്മീയ അലസതകളെന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ലാളിത്യവും വിശുദ്ധിയും ഞങ്ങളുടെ ഹൃദയത്തിൽ പുതുക്കണമേ. ഈ വലിയ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ ആത്മീയ പുതുക്കലായി മാറ്റണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.